തമിഴ്നാട്ടിലും നാളെ വോട്ടെണ്ണലാണ്. 234 മണ്ഡലങ്ങളിലായി 62 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണും. 8:30യോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. മനേഷ്, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിലും വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. DMK വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള പ്രവചനമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ മനേഷ്? അമൃത, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് DMK സഖ്യം. കാരണം മുൻപ് തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിശാലമായൊരു മുന്നണി ഉണ്ടാക്കുന്നു. അതിൽ പരമാവധി പാർട്ടികൾക്ക് സീറ്റ് നൽകിക്കൊണ്ട് അത്തരത്തിൽ തന്നെ ഒരു കൃത്യമായ പ്രവർത്തനം DMKയുടെ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഒരു 2.0 ദ്രാവിഡ മോഡൽ 2.0 എന്നതിലേക്ക് എത്തുക എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി തന്നെ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ലയോള കോളേജിലാണ്. പ്രധാനപ്പെട്ട കൗണ്ടിംഗ് സെന്ററുകളിൽ, ചെന്നൈയിലെ കൗണ്ടിംഗ് സെന്ററുകളിൽ ഒന്നാണിത്. നമുക്കിവിടെ കാണാം, കൃത്യമായ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് 23-ന് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്കാണ് പറഞ്ഞ രീതിയിൽ EVMകളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ രാവിലെ 8 മണിയോട് കൂടിയാണ് ആരംഭിക്കുക, വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. അതിനുശേഷം 8:30 കൂടിയാണ് EVMകൾ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുക. 9 മണിയോടുകൂടി ഏറെക്കുറെ ആദ്യത്തെ ഒരു ഫല സൂചനകൾ നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത്. ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ അരമണിക്കൂറിലൊരിക്കൽ, 15 മിനിറ്റിലൊരിക്കലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഫലം അറിയാനുള്ള സംവിധാനങ്ങൾ എന്തായാലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 234 നമ്മുടെ തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളുടെ എണ്ണം എന്നും ആകെ മണ്ഡലങ്ങൾ 118 മാജിക് നമ്പർ എന്ന് പറയുന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ DMKക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് സഖ്യം മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്. 2 എക്സിറ്റ് പോൾ സർവേകളിൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ അണ്ണാ DMKക്ക് ഒരു മുൻതൂക്കം പറയുന്നത്. വിജയ് തമിഴക വെട്രിക്കഴകത്തിന്റെ വരവോടുകൂടി ഒരു വലിയ ത്രികോണ മത്സരം വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാ ഈ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 മുതൽ 74 സീറ്റുകൾ വരെ TVKക്ക് ലഭിക്കുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ആകത്തുകയായി നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. മാത്രമല്ല, ഒരു ഫലത്തിൽ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോൾ ഫലത്തിൽ TVK നേതൃത്വത്തിൽ അധികാരത്തിൽ വരും, TVK അധികാരത്തിൽ 120 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നുള്ള പല സൂചനകൾ അത്തരത്തിലുള്ള ഫലങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. എന്തായാലും ഇതിലെല്ലാം പ്രതീക്ഷയുണ്ട്, എല്ലാ മുന്നണികൾക്കും പ്രതീക്ഷയുണ്ട്, TVKക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും നാളെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. മാത്രമല്ല, ഒരു 9 മണിയോടുകൂടി ആദ്യ ഫല സൂചനകൾ നമുക്ക് അറിയുകയും ചെയ്യാം. ഉന്മേഷ്, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.